അമ്മാവന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ശങ്കരപ്പിള്ളയാണ്. നിങ്ങളറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയില്ല. ശങ്കരപ്പിള്ളയാണിത് പറഞ്ഞതെന്ന് ഒറ്റ മനുഷ്യനറിയില്ല. പിന്നെ നിങ്ങൾ ഭയപ്പെടണം. പറയാ, കുഞ്ഞെവിടെയുണ്ട്? എവിടെയുണ്ടെന്നുള്ളത് ശങ്കരപ്പിള്ളയ്ക്ക് അറിയില്ല കുഞ്ഞെ. അറിയില്ലേ? ഈശ്വരൻ സാക്ഷി നിർത്തി ശങ്കരപ്പിള്ളയ്ക്ക് സത്യം ചെയ്യാമോ? അതൊരിക്കലും ഞാൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ? ശങ്കരപ്പിള്ളെ, സ്വന്തം മകളെ പോലെയല്ലേ നിങ്ങൾ അനുവിനെ സ്നേഹിക്കുന്നത്? ആ പാവം പെണ്ണ് മനസ്സ് നിറഞ്ഞു തിരിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? കുഞ്ഞെ, ഇനിയും അവളെ വേദനിപ്പിക്കരുതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും പറയും. എത്ര ചോദിച്ചാലും ശങ്കരപ്പിള്ള പറയില്ല. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ? പറയൂ അമ്മാവ, എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ? പറയൂ അമ്മാവ, എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരൂ. എവിടെയുണ്ട് എന്റെ കുഞ്ഞ്? എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയൂ. ശങ്കരപ്പിള്ള പറയില്ല അല്ലേ? ഇല്ല കുഞ്ഞെ, ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അമ്മാവ, നീ വിഷമിക്കണ്ടല്ലോ. പറയാനുള്ള ആളുകൂടെ വേറെ ഉണ്ടല്ലോ. അച്ഛാ, എന്റെ കുഞ്ഞ് എവിടെ? എന്റെ കുഞ്ഞ് എവിടെയാണെന്നാ ചോദിച്ചത്. നിന്റെ കുഞ്ഞോ? മനസ്സിലായില്ലേ? ഡോക്ടർ മായാദേവിയുടെ നഴ്സിംഗ് ഹോമിൽ വെച്ച് അനു പ്രസവിച്ച കുഞ്ഞെവിടെയാണെന്നാണ് ചോദിച്ചത്. ഓ, ആ കുഞ്ഞോ? അത് മരിച്ചുപോയല്ലോ. ഇല്ല, മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ആ കുഞ്ഞ് എവിടെയാണെന്നുള്ള അമ്മാവൻ അറിയാം. അത് പറഞ്ഞേ തീരൂ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ മോഹൻ? ഇവളുടെ പ്രസവം ഒരു കോംപ്ലിക്കേറ്റഡ് സിസേറിയൻ ആയിരുന്നു. ഡോക്ടർ മായാദേവി ആ കുഞ്ഞിനെ കീറി മുറി. എന്താ അമ്മാവൻ നിർത്തിക്കളഞ്ഞത്? പറയണം. അനുവിന്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഞാനല്ലേ ചേട്ടന്റെ കയ്യിലെടുത്തു തന്നത്? ഓഹോ, സംഘടിതമായിട്ടുള്ള ആക്രമണമാണല്ലേ? ഇതിൽ ആക്രമണമൊന്നുമില്ല. അനുവിന്റെ കുഞ്ഞ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈശ്വരനെ വിചാരിച്ച് എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ തരൂ അച്ഛാ. പറയൂ ചേട്ടാ, ഇനി എന്തിനാ അവളെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്ന് വൃത്തിയുള്ളൂ. ആ കുഞ്ഞിനെ അന്ന് തന്നെ ഞാൻ കൊന്നുകളഞ്ഞു. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഈ തറവാടിന് അപമാനമാണ്. എന്റെ മകളുടെ ഭാവിക്ക് ദോഷമാണ്. അതുകൊണ്ട് ഈ കൈകൊണ്ട് തന്നെ ഞാൻ അതിനെ കൊന്നു. അമ്മാവ, ഇത്രയേറെ ഭയങ്കരനാവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാനൊരച്ഛനാണ്. അച്ഛൻ? സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊന്ന നിങ്ങളാണോ അച്ഛൻ? നിങ്ങൾ കൊലപാതകയാണ്, പിശാചാണ്, പിശാച്. കൊല്ലു, ആ കൈ കൊണ്ട് എന്നെ കൂടി കൊല്ലു. കൊല്ലു അനു, കൊല്ലു. എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്നെ കൂടി കൊല്ലട്ടെ. അമ്മ അനുവിനെ കാറിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്റെ കുഞ്ഞിനെ കൊന്ന ദ്രോഹിയാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കില്ല. അമ്മാവ, ഞാനും പോകും. പക്ഷെ ഞാൻ മടങ്ങി വരും. മടങ്ങി വരുന്നത് ആ കുട്ടിയെയും കൊണ്ടായിരിക്കും. മരിച്ചുപോയ ആ കുട്ടിയെ കൊണ്ടോ? ഇല്ല അമ്മാവ, മരിച്ചിട്ടില്ല. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അമ്മാവന്റെ മുമ്പിൽ നിർത്തും. ഈ വലിയ ഒഴിക്കൽ തറവാടിന്റെ അവകാശിയായി ഞാൻ അവനെ വളർത്തും. അന്ന് ഈ തറവാട് ഇവിടെ കാണില്ലടാ. സ്വന്തം മകളുടെ കുഞ്ഞു വളരുന്ന അവമാനമായി കരുതുന്ന നിങ്ങളെപ്പോലെയുള്ളവരുടെ തറവാട് ഇല്ലാതിരിക്കുന്നതാണ് അമ്മാവ നല്ലത്. ഇനി ഞാൻ അമ്മാവന്റെ മുന്നിൽ വരുന്നത് ആ കുട്ടിയെയും കൊണ്ടായിരിക്കും. ഗുഡ് ബൈ. ആന്റി, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആന്റി അച്ഛന് കൂട്ടി നിന്നല്ലോ. ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാന്ന് ചേട്ടന്റെ കാല് പിടിച്ച് പറഞ്ഞതാണ് മോളെ. പക്ഷെ ചേട്ടൻ അതിന് സമ്മതിച്ചില്ല. അവന്റെ മുഖം ഒന്ന് എന്നെ കാണിച്ചിട്ട് അച്ഛന്റെ കൈ കൊടുക്കാമായിരുന്നല്ലോ ആന്റി. ആന്റിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. ക്ഷമിക്കുമോളെ. ജീവിതത്തിൽ
എന്നെങ്കിലും തിരുത്താൻ കഴിയാവുന്നൊരു തെറ്റാണോ എന്റെ ഇത്? എന്റെ സുരേഷ് പോയി. എന്റെ കുഞ്ഞിനെ അച്ഛൻ കൊന്നു. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണോ എന്റെ മോളെ? ഈശ്വരൻ പോലും ക്ഷമിക്കാത്ത ചിലതൊക്കെ നടന്നുപോയി. ദൈവീത് മോൾ അതൊക്കെ മറക്കണം. യെസ് മോഹൻ ഹിയർ. കുഞ്ഞാണോ? ഞാൻ ശങ്കരപ്പിള്ളിയാണ്. എന്താ ശങ്കരപ്പിള്ളേ? കുഞ്ഞെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാനും കുഞ്ഞുമല്ലാതെ ദൈവം പോലും അറിയരുത്. ഇല്ല ശങ്കരപ്പിള്ളേ, പറയൂ. അനുമോള് പ്രസവിച്ച കുഞ്ഞ് ഡ്രൈവർ കുമാരനുള്ള വീട്ടിലുണ്ട്. അങ്ങനെ കാറെടുത്ത് അങ്ങോട്ടാ പോയെന്ന് തോന്നുന്നു. വല്ല അവിവേകം കാണിക്കുന്നതിന് മുമ്പ് കുഞ്ഞു പോയി ആ കുട്ടിയെ രക്ഷിച്ച് അനുമോളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എവിടെ കുമാരപിള്ളയുടെ വീട്? ആ ആ ആ ആ പാലത്തിന്റെ അടുത്തുള്ള വീടാണ്. ഞാൻ ഉടനെ പോവാ. ചെറുക്കനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. 5-6 വർഷം അവന്റെ തീട്ടമൂത്രം വരെ ഞാനാ. അയ്യോ, എന്തോ ഒരു സ്നേഹം. ചൊവ്വേന്നേരം ഇത്ര കഞ്ഞിവെള്ളം നീ അവന് കൊടുത്തിട്ടുണ്ടോടി? എന്റെ മക്കൾ കൊടുത്തതിന്റെ വാക്ക് കൊടുത്തിട്ടുണ്ട്. എടീ, തമ്പി അദ്ദേഹം മാസാമാസം അവല് പോലെ അങ്ങോട്ട് കാശ് തരുന്നത്. അയ്യോ, ചുമ്മാതൊന്നും അല്ലല്ലോ. മോളെ മാനം കാക്കാൻ വേണ്ടിട്ടാ തമ്പി അദ്ദേഹം കുലുവ തന്നത്. ചെറുക്കനെ ഇപ്പൊ കൊണ്ടുപോയി പറ്റൂ. 50,000 രൂപ ഇങ്ങോട്ട് വന്നാൽ എവിടെ വേണേലും നീ കൊണ്ടുപോയി. അവന്റെ കയ്യെന്ന് പറ. വിടില്ല. അയ്യോ, അമ്പയെ കാലമാണ് എവിടെങ്കിലും കൊണ്ടുപോയി ചുട്ടു നിന്നു. നാശം പിടിച്ചതിന്. ഏതാടോ ഈ കുട്ടി? ഇത് സത്യം പറയണം. തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിയാ. എവിടെ കൊണ്ടുപോകുന്നവനെ? അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മദ്രാസിൽ ഒരു അനാഥാലയത്തിലാക്കാൻ. കഷ്ടം. മോനെ, ഞാൻ നിന്റെ അമ്മാവനാണ്. നീ എന്നോട് വാ. നിനക്ക് ഞാൻ നല്ല ഉടുപ്പൊക്കെ വാങ്ങി തന്ന് നിന്റെ അമ്മയടുത്ത് ഉണ്ടാക്കാം. സാറേ, കുഞ്ഞിനെ തൊട്ടു പോകരുത്. തമ്പി അദ്ദേഹം. എടോ, തനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറണോ? കയറണമെന്ന് വേണ്ട. എന്നാ വീട്ടിൽ പോ. പവനെ